എന്നെ അച്ഛനെന്നെ എഞ്ചിനീയറാക്കിയേ തീരും. എവിടെയെങ്കിലും അച്ഛൻ അഡ്മിഷൻ വാങ്ങിച്ചാൽ അവിടെ കൊണ്ടാക്കിയല്ലേ. ഒന്നിനും കൊള്ളാത്തൊരു എഞ്ചിനീയറായിട്ട് ഞാൻ മാറിയേനെ. അന്ന് KSWC അടക്കം ഉണ്ടാക്കുന്നതിന് മുമ്പ് സാർ മലയാള സിനിമയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റുഡിയോ ഒക്കെ സ്ഥാപിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല, ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. അടൂർ ഭാഷ എനിക്ക് നേരത്തെ അറിയാം, ഇവിടെ വെച്ച് നാളത്തുള്ള പരിചയം. ഞാൻ അങ്ങയുടെ ഒരു ഫാനായിരുന്നു. അപ്പം ഞാൻ അടുത്ത പടം എടുക്കുന്നുണ്ട്, അതിലൊരു ചെറിയ റോളുണ്ട്. അത് പ്രധാന റോൾ അഭിനയിക്കുന്നത് സത്യനാണ്. അതിനകത്തൊരു സിനിമാ ഹീറോ ടൈപ്പ് ഒരു റോളുണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മധുസാറിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് തന്നെ ഉള്ള ശ്രീ MLA ആയ ശ്രീ ഗണേഷ് കുമാറും നമ്മുടെ ഒപ്പമുണ്ട്. സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം സിനിമയിൽ സാറിന് അത്രയും ഉള്ളൊരു പരിചയ സമ്പത്ത് ഇന്ന് ആർക്കും തന്നെ ഇല്ല. കാരണം പ്രൊഡ്യൂസർ, ഡയറക്ടർ, എഴുത്തുകാരൻ, അങ്ങനെ എല്ലാ അഭിനേതാവ്, അങ്ങനെ എല്ലാ മേഖലകളിലും കടന്നു വരികയും ഒരുപാട് താരങ്ങളെ, ഒരുപാട് നടീനടന്മാർക്ക് നല്ല കഥാപാത്രങ്ങൾ നൽകി സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തൊരു വഴികാട്ടി കൂടിയാണ് സാറ്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാളെന്ന് തന്നെ സാറിനെ പറയാൻ പറ്റും. അതെ, സാറ് കേരളത്തിൽ ശരിക്കും പറഞ്ഞൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത കാലത്ത് ഒരു സ്റ്റുഡിയോയും മറ്റ് സംവിധാനം, മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്നൊരു മുദ്രാവാക്യം പണ്ട് നമ്മൾ വെച്ചിരുന്നു. ഇപ്പോൾ മലയാള സിനിമ കേരളത്തിൽ തന്നെയാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. അന്ന് KSWC അടക്കം ഉണ്ടാക്കുന്നതിന് മുമ്പ് മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്ന് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ആലോചിച്ച കാലത്തിന് മുമ്പ് സാർ മലയാള സിനിമയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റുഡിയോ ഒക്കെ സ്ഥാപിച്ചാണ്. അതിൻ്റെ ഒരു അനുഭവം എന്താണ് സാർ? സ്റ്റുഡിയോ അങ്ങനെ എനിക്ക് സ്റ്റുഡിയോ ഉണ്ടാക്കണം എന്ന് തോന്നാൻ കാരണം ഞാൻ ഈ പടം പിടിക്കാൻ കൂടി ഡയറക്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും മദ്രാസിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ പൈസയൊക്കെ മുടക്കിയിട്ടൊരു സെറ്റ് ഇട്ടാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ആർട്ടിസ്റ്റിന് അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ബാക്കി നിന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് അവിടെ കിടക്കില്ല. അത് അടുത്ത ദിവസം തൊട്ട് വേറെ ആരെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്തു കളയും. സ്റ്റുഡിയോക്കാരന് ഹെൽപ്ലെസ്സാണ്, ഒരു നിവൃത്തിയില്ല. പക്ഷേ അത് പൊളിച്ചിട്ട് അവരുടെ സെറ്റ് ഇടും. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത് മുഴുവനും അത് ഇറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു പരാധീനത തോന്നി. അപ്പോൾ നമ്മുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല, ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. എളുപ്പമായിരുന്നു സാർ അന്നൊരു സ്റ്റുഡിയോ തുടങ്ങാൻ? അതിന് എളുപ്പമൊന്നും അല്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ട്. സ്ഥലത്തിൻ്റെ ഇത് നോക്കുമ്പോൾ സ്ഥലം നല്ല സ്ഥലമാണ്, വലിയ വിലയൊന്നുമില്ലെന്ന്, സിറ്റിയുടെ അടുത്താണ്. പക്ഷേ അവിടെ പോകണമെങ്കിൽ ഒന്നുകിൽ പേയാട് വഴി പോകണം, അല്ലെങ്കിൽ കടത്ത് കിടന്നു. ഇല്ല, അവിടെ ഉണ്ടായിരുന്ന റോഡെല്ലാം പഞ്ചായത്ത് റോഡുകളായിരുന്നു. ബസ്സില്ല, ബസ് റൂട്ടില്ല. ഈ റോഡ് മഹാബോറായതിൽ ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സിക്കാരനെടുത്ത് പറഞ്ഞാൽ അവൻ കുറച്ച് ദൂരം പോയിട്ട് സാറിനെ വരാൻ വിഷമമാണെന്ന് പറയും. അതായിരുന്നു റോഡ്. ഒരിക്കൽ വന്നപ്പോൾ പിന്നെ വരികയില്ല. അത് പിന്നെ അവിടെ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും ഇതുള്ളത്. ഈ മന്ത്രിമാരുടെയൊക്കെ തന്നെ പുറകെ നടന്നിട്ട് അതിന് ഈ പഞ്ചായത്ത് റോഡിനെ PWD കൊണ്ട് എടുപ്പിച്ചിട്ട് അന്ന് കുറുപ്പേട്ടനായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. അദ്ദേഹത്തിനെ കൊണ്ടൊരു ബസ് ഇടിച്ച് നാരണക്കുറുപ്പ്. അപ്പോൾ അങ്ങനെ അതിനെ PWD ആക്കി ഈ ബസ് ഇടിച്ച് സ്റ്റുഡിയോ വർക്കും അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോ വന്നതിന് പേരിൽ അവിടെ ഒരു വികസനം. അതെ അതെ അതെ. പിന്നെ എന്തായിരുന്നു സാർ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? ഇതിനകത്ത് യാതൊരു പണിയില്ലാതെ തെണ്ടിയണമെന്ന് കുറേ എണ്ണത്തിന് അവിടെ ഞാൻ ജോലി വിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർ? അതെ, അവിടുത്തെ ആൾക്കാർ. ഞാൻ പേരൊന്നും പറയില്ല. ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ ജംഗ്ഷനിൽ ഇവിടെ യൂണിയൻ ഉണ്ടാക്കുന്ന കാര്യം ഒരു ഘോരഘൂരം പ്രസംഗവും. അപ്പോൾ ശ്രീനിവാസന്റെ മോഹൻലാലിന്റെ വരവേൽപ്പ് എന്ന സിനിമ മലയാളം അപ്പോൾ വിചാരിച്ചാണ്ടെന്നാൽ കയ്യിരിക്കട്ടെ. അവൻ്റെ മുമ്പ് വെച്ച് തന്നെ എക്യുപ്മെൻ്റ് എല്ലാം ലോറി കയറ്റി നേരെ മദ്രാസിൽ കൊണ്ടുപോയി. അവിടെ ഔട്ട്ഡോർ യൂണിറ്റോടെ. ഇവിടെ ഒരു 10-15 ഏക്കറുണ്ട് റബ്ബർ വെച്ച്. അങ്ങനെ സാറ് കർഷകനും കൂടിയായി. കുറച്ച് കാലം സാറ് കൃഷിയിൽ വളരെ താല്പര്യം കാണിച്ചു. ഇത് കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നു? ബാധിക്കുന്നുണ്ട്. ഇവിടെ ബാധിച്ചില്ല, നേരെ തിരിച്ചായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും ദൈവാധീനമുള്ളൊരു മനുഷ്യനാണ്. ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത്, അതെ, സിനിമ എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഉപകാരമായി. അതെ 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 അതെ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നേതാവ് വന്ന് യൂണിയൻ ഉണ്ടാക്കാൻ പോയില്ലേ, ലോക്കൗട്ടായിട്ട് അതിന്ന് പൂട്ടി പാമ്പും കയറി കിടന്നതിന്. സാർ അവിടെ അത് സാറിന് കൃഷിയിൽ വലിയൊരു താല്പര്യം വന്നല്ലോ.
ആ കൃഷിയിൽ സ്ഥലം കൃഷി പണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗൗരീശ്വരത്തെ ഇപ്പോൾ കാണാൻ നേരത്ത് നിങ്ങൾ രണ്ട് സൈഡിലും ബിൽഡിങ്സ് കാണുമല്ലോ. ഗൗരീശ്വരത്തെ അമ്പലത്തിൽ പോകുന്ന ജംഗ്ഷനിൽ നിന്ന് വീണ്ടും പൊട്ടക്കുഴിയിലോട്ട് പോകുമ്പോൾ റോഡിൽ റൈറ്റ് സൈഡിൽ മുഴുവനും പാടവേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റേ റോഡിൽ കൂടെ വണ്ടി പോകണ കാണാം. വെള്ളപ്പൊക്കം വരാൻ നേരത്ത് കായൽ പോലും അങ്ങേറ്റം വരെ ആ റോഡിൽ വെള്ളം കയറും. ഇവിടെ തിരുവനന്തപുരത്തിന്റെ ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെയായിരുന്നല്ലോ അങ്ങനെ വലിയൊരു അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ എല്ലായിടവും കെട്ടിടങ്ങളും അതിൻ്റെ ഒപ്പം വെള്ളപ്പൊക്കം. ഇതിനെ സാർ എങ്ങനെ കാണുന്നു? ഇത് എല്ലായിടത്തും ഇവിടെ മാത്രമല്ല. ഇപ്പം ഞാൻ മദ്രാസിൽ തന്നെ അന്ന് ആ ഷൂട്ടിങ്ങിന് പോയിട്ട് ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന മദ്രാസ് ഇന്നത്തെ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. ഇങ്ങനെ ഒരു 6 മാസത്തെ ഒരു ഗ്യാപ്പിൽ മദ്രാസിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ട സ്ഥലമല്ല. വലിയ വലിയ ബിൽഡിങ്സും വലിയ വലിയ റോഡും അങ്ങനെ മാറ്റമുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാറ്റം വളരെ വളരെ കുറവാണ്. വളരെ സ്ലോ ആണ്. സാർ കേരളത്തെ എങ്ങനെയാണ് അന്ന് കണ്ടിരുന്നതും അതിന് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് എങ്ങനെ എത്തി കേരളം? ഇല്ല, അന്നത്തേക്കാളും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയാനൊക്കില്ല. ഇവിടെ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ റോഡുകൾ. അതെന്താണെന്നറിയാൻ പാടില്ല. അത് നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കയറാൻ നേരത്തറിയാം കേരളത്തിൽ കയറിയത്. റോഡുകളെ കുരുക്ക്, ഗതാഗത അല്ല, ഈ റോഡ് ഒരുമാതിരി പാടം പോലെ കിടക്കില്ലേ മിക്കവാറുള്ള റോഡ്. മെയിൻ റോഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ റോഡും അങ്ങനെ ആയിട്ടുണ്ട്. ശരി, റോഡുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ യാത്രയ്ക്കല്ല മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ റോഡിൽ പോയി കഴിഞ്ഞാൽ കച്ചവടം റോഡിലാണ്, പിന്നെ ആളുകൾ നടക്കുന്നവർക്ക് ഒരു നിയന്ത്രണങ്ങളുമില്ല. അങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് തിക്ലി പോപ്പുലേറ്റഡ് ആയതിന്റെ ഒരു കുഴപ്പവും കാണും സാർ. തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ്റെ കുറവുണ്ട്. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെ അതിനെ അപകടം സംഭവിച്ചിട്ട് അന്വേഷിക്കും, റിപ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോഴത്തെ ആ ബിൽഡിങ്സ് എല്ലാം ഇടിച്ച് കളയണില്ലേ കൊച്ചിയിലെ ഇത് കെട്ടി പൊക്കാൻ എത്ര വർഷം എടുത്തിരിക്കും? ഇതിനിടയ്ക്കൊന്നും അറിഞ്ഞില്ല. എല്ലാം പൊക്കി കഴിഞ്ഞിട്ട് പിന്നെയാണ് പൊളിക്കാൻ പോകുന്നത്. ഇവിടെ ഇതൊക്കെ തന്നെ ഇതിൻ്റെ പുറകെയുള്ള സംഗതിയാണ്. ഈ റോഡ് അവിടെ പാലം ഇടിച്ച് പൊളിക്കണമെന്ന് കുറേ ആളുകൾ, അങ്ങനെയല്ല പുതിയതായിട്ട് വേണ്ട പഴയ റിപ്പയർ ചെയ്താൽ മതിയെന്ന് എറണാകുളത്തെ ഇല്ലേ. ഇതൊക്കെ ഒരു 10 രൂപയുടെ ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ 8 രൂപ കൈക്കൂലി പോയാൽ ഈ ചിലവ് ചെയ്യുന്നതിന് 2 രൂപയ്ക്കല്ലേ ചെയ്യാൻ പറ്റൂ. അതിന് ലാഭം വേണ്ടി അവന് 1 രൂപ എടുക്കില്ലേ. അപ്പോൾ 10 രൂപ നമ്മുടെ കാശ് സർക്കാർ മുടക്കി കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുന്നത് ജനങ്ങൾക്കായിരിക്കും. 1 രൂപയാണ്. 1 രൂപ പ്രയോജനപ്പെടുന്നുള്ളൂ, ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. അതാണ് ഏറ്റവും വലിയ ശാപം. ജാതി ചിന്തകളും പിന്നെ ഈ കറപ്ഷനാണ് നമ്പർ 1. ഈ ജാതി ചിന്ത എന്ന് പറഞ്ഞുള്ള അതിനെ മാറ്റിക്കളയാനൊക്കുന്നതല്ല. ഈ വളരെ ഒരു എന്താ പറയുക, സമാധാനമായിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ജാതി കൊണ്ടൊരു കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു അമ്മയാണെന്ന് വെച്ചാൽ പറ്റുമോ? ഒരു അച്ഛനെ പാടുള്ളൂ ജനങ്ങൾക്കെല്ലാം എന്ന് വെച്ചാൽ പറ്റും. അത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാവും. വൈരുദ്ധ്യങ്ങൾ അത് ഉണ്ടാക്കുന്നതാണ് എഗെയിൻ അവരുടെ അകത്തുള്ള നേതാക്കന്മാരുണ്ടാക്കുന്നത്. ഇതിൽ ഏത് മതത്തിലാണ് ഈ മനുഷ്യനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? സ്നേഹം കുറയ്ക്കാനുള്ള, മനുഷ്യനെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ്? യേശുദേവൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ മഹർഷിമാരാരെങ്കിലും പറഞ്ഞു? ഒന്നുമില്ലല്ലോ. അത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ നന്നാവണം. അങ്ങനെ ദൈവത്തിന് അങ്ങനെ മോഹമില്ലായിരിക്കും. അദ്ദേഹത്തിന് ഇതൊരു വലിയൊരു സ്റ്റേജാണല്ലോ ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നു, പുതിയ നാടകങ്ങൾ എഴുതുന്നു, അഭിനയിപ്പിക്കുന്നു, കണ്ടു രസിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ മാത്രമുണ്ടായാൽ നാടകം ഉണ്ടാവുമോ? രാവണനും കൂടിയല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചാലേ വല്ല രക്ഷയുള്ളൂ. സാർ, പുതിയ മാറ്റം എന്താണ് സാർ? കേരളം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് തന്നെ പറഞ്ഞു, വളരെ മറ്റു സംസ്ഥാനങ്ങൾ ഇതെല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ സ്ലോ ഡെവലപ്മെൻറ്റാണ്. അതിന് ഇനിയൊരു മാറ്റം. പക്ഷേ ഞാൻ സ്വപ്നം കാണാറുണ്ട്, ഉറങ്ങുമ്പോഴല്ല ഉണർന്നിരിക്കുമ്പോൾ. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബാക്കി ഉള്ള സ്റ്റേറ്റ്സ് എല്ലാം ഏത് ദിശയിൽ പോയോ, മുമ്പോട്ട് പോയോ പുറകോട്ട് പോയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയും മുമ്പോട്ട് പോയപ്പോൾ എല്ലാ സ്റ്റേറ്റും സ്പ്ലിറ്റായിട്ട് ഈ 2-3 സ്റ്റേറ്റ്സ് ഇതായാലേ, പഞ്ചാബ് ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സ്ഥലവും
ഈ മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻക്ലൂഡിങ് ആന്ധ്രയായിരുന്നു ആദ്യം. അതെ, അത് കുറച്ച് ഭാഗം അല്ലേ? ഈ ഒരു രാജ്യം മതി മലയാളി എന്ന് പറയുന്നത് മാത്രം ഇവിടെ 3 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നിട്ട് എല്ലാം കൂടെ ഒന്നാക്കാൻ നടന്നതാണ്. കേരളം ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ കേരളം എന്ന് പറയുന്നത് പഴയ പോലെ 3 രാജ്യങ്ങളായിരുന്നെങ്കിൽ 3 അസംബ്ലി, 3 ഹൈക്കോടതി, ഇവിടെ ധാരാളം രാഷ്ട്രീയക്കാരുള്ളവരാണ്, 3 സെറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു 3 സെറ്റ് ഓഫ് അക്കാഡമീസ് ഇല്ലേ? അത് തമ്മിൽ ഈ 3 രാജ്യങ്ങളും തമ്മിൽ കുറേ സ്നേഹമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ ഈ മലയാളികളുടെ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ കേരളം എവിടെ ചെന്നിരിക്കുമായിരുന്നു? ലോകത്തിലെ സ്വർഗമായിട്ട് മാറിയാണ്. വിദ്യാഭ്യാസം സാർ പഠിച്ചത് ഇവിടുന്ന് ബേസിക് എഡ്യൂക്കേഷൻ സാറ് വെളിയിലേക്ക് പോയി പഠിക്കാനായിട്ട്? ഞാൻ ലാംഗ്വേജ് ആണല്ലോ പഠിച്ചു, ഹിന്ദിയായിരുന്നു. ഞാനിവിടെ അന്ന് ഹിന്ദി പഠിക്കാൻ കാര്യം എന്താണ്? ഹിന്ദി പഠിക്കാൻ കാരണം വലിയ രസമാണിത്. അച്ഛനെന്നെ എൻജിനീയറാക്കിയേ തീരും. അന്ന് ഒരു എൻജിനീയറിംഗ് കോളേജേ ഉള്ളൂ. ഇന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഞാൻ മാർക്ക് വളരെ കുറവാണെങ്കിലും എവിടെയെങ്കിലും അച്ഛൻ അഡ്മിഷൻ വാങ്ങിച്ചാൽ അവിടെ കൊണ്ടാക്കിയത്. ഒന്നിനും കൊള്ളാത്തൊരു എൻജിനീയറായിട്ട് ഞാൻ മാറിയാണ്. അങ്ങനെ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഇൻ്റർമീഡിയറ്റിൽ. അന്ന് ഇൻ്റർമീഡിയറ്റ് ഉള്ള കാലമാണ്. പ്രീ ഡിഗ്രിക്ക് പകരം പ്ലസ് ടുവിന് പകരം അല്ല, പണ്ട് 1, 2, 3, 4 ക്ലാസ്, അത് കഴിഞ്ഞ് പ്രിപ്പയറേറ്ററി എന്നൊരു ക്ലാസ്സുണ്ട്. അത് ഈ മലയാളമായിരിക്കും ഈ 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് ആകാനുള്ളൊരു ചേഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു ശരിപ്പെടുത്തലാണ് ഈ പ്രിപ്പയറേറ്ററി. ഈ പ്രിപ്പയറേറ്ററി എന്ന് പറഞ്ഞ ക്ലാസ് എനിക്ക് SMB സ്കൂളിൽ പഠിക്കാൻ സാധിച്ചു. SMB സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളല്ല, ഈ വഞ്ചിയിലുള്ള കോടതി സംശയമുണ്ട്, അവിടെയായിരുന്നു സ്കൂൾ. അവിടെയായിരുന്നു സ്കൂൾ. ദാറ്റ് വാസ് ഡിസൈൻഡ് ഫോർ എ സ്കൂൾ. സ്കൂളിൻ്റെ ഗാർഡൻ, അതിൻ്റെ പ്ലേ ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, ടെന്നീസ് ഗ്രൗണ്ട്, അതുകൊണ്ട് ബാഡ്മിൻ്റൻ്റെ സ്ഥലം, അത് ഇത് ഫ്രണ്ടിൽ വലിയൊരു മൈതാനം പോലത്തെ സ്ഥലം, അവിടെ നിറച്ചിപ്പോൾ മരമാണ്. ഇപ്പോൾ ഇതിനെ പിടിച്ച് കോടതിയാക്കിയിട്ട് കോടതിയെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കണക്കിന് മോശമായിരുന്നു, സയൻസിന് വലിയ മോശമായിരുന്നില്ല. ഈ ഫിസിക്സിനും കെമിസ്ട്രിക്കും നല്ല മാർക്ക് കിട്ടും, മാർക്ക് മാത്തമാറ്റിക്സിന് തോറ്റു പോകും. അങ്ങനെ മാർച്ച് അടുത്ത സെപ്റ്റംബറിൽ ജയിച്ചേ. സാറ് ജോലിയിലിരിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ടല്ലേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നത്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ? അതെ 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 അതെ. സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാൻ ഡൽഹിയിൽ പോയി അല്ലേ? അപ്പോൾ സാറ് വടക്കേ ഇന്ത്യയിലായിരുന്നു സാറ്? അതാ ഞാൻ ഇവിടുന്ന് BA ഇവിടുന്ന് പാസ്സായിട്ട് ബനാറസിൽ MA പോയി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോയി. അങ്ങനെ അവിടെ ബനാറസിലുണ്ടായിരുന്നു 2 വർഷം. പിന്നെ നാഗർകോവിലിൽ 2 വർഷം. അത് കഴിഞ്ഞ് ഒരു 3 വർഷം ഡൽഹിയിൽ. പിന്നെ സിനിമയുടെ കാര്യം അറിയാമല്ലോ, മദ്രാസിൽ ഇറാഖിന്നാണ്. അല്ല സാർ, ഞാൻ അങ്ങനെ പഠിച്ച് നല്ല നിലയിൽ വരുമ്പോഴും ഒരു നടനാകാൻ ഇറങ്ങുക പറഞ്ഞാൽ ഒരു വലിയ ഇല്ല, അത് ഞാൻ നടനാകാൻ വേണ്ടിയല്ല. അതാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച്. അപ്പോൾ ഞാൻ ഈ അവിടുന്ന് MA പാസ്സായിട്ട് നാഗർകോവിലിൽ അച്ഛൻ തന്നെ ജോലി വാങ്ങിച്ചു വന്നു. അവിടെ പോകുന്നതിന് മുമ്പേ ഞാൻ വന്ന ഉടൻ ഈ പാറ്റൂർമുകൾ ഞാൻ ഗീത ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ നടത്തി. അത് 3 മാസം നടത്താൻ അച്ഛൻ സമ്മതിച്ചുള്ളൂ. 3 മാസം അല്ല 6 മാസം. ആദ്യത്തെ ഒരു സെപ്റ്റംബർ മാർച്ച് ഒരു ബാച്ച് മാത്രമേ. അതിന് ജോലിക്ക് പോകണം നിർബന്ധിച്ചെന്ന് സഹിക്കാൻ പോയി. ഞാനങ്ങ് പോയി. പഴയ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സൺഡേ സ്റ്റാൻഡേർഡ് എന്നായിരുന്ന പേര്, ഞായറാഴ്ചയുള്ള ഇന്ത്യൻ എക്സ്പ്രസ് സൺഡേ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ നോക്കിയപ്പോൾ ഇതിനെ പരസ്യം കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത് അവർ ആപ്ലിക്കേഷൻ ഫോം അയച്ചിരുന്നു. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് അയച്ചു. നല്ല കാലത്തിനപ്പം കോളേജ് അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാൻ ഡൽഹിയിൽ പോയി ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് അഡ്മിഷൻ വിത്ത് സ്കോളർഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻഡ്. മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഒരു പാരലൽ കോളേജ് തുടങ്ങുക. അപ്പോൾ പാരലൽ കോളേജിൻ്റെ ഒരു ഭാഗമായിട്ട് ഡ്രാമാറ്റിക്സിന് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കുക. അതിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കും ഓഫീസ് ഗോയിങ് ഡ്രാമയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും ഒരു ക്ലാസ് ഉണ്ടായിരിക്കുക. ആഫ്റ്റർ 4 o'clock or 5 o'clock. പക്ഷേ അത് സാർ ഒരിക്കലും തുടങ്ങിയില്ലല്ലേ? ഇത് പറ്റിയില്ല എന്നുള്ള ഇപ്പോഴും ആഗ്രഹം. സാറ് തുടങ്ങിയില്ല എന്ന് ഞാൻ പറയില്ല. കാരണം സാറ് അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സാറ് കുട്ടികൾക്ക് വേണ്ടി അഭിനയ ക്ലാസ് തുടങ്ങി. 2 വർഷം സാർ പ്രസിഡന്റ് ആയിരുന്ന 3 വർഷം സാറ് അത് നന്നായി നടത്തിയിരുന്നു. സാറിൻ്റെ നല്ല ഐഡിയ ആണ് സാറിൻ്റെ അന്നത്തെ ഐഡിയ. സാർ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അവധിക്കാലത്തൊരു
കുട്ടികളെ ഒന്ന് നാടകം അഭിനയം പഠിപ്പിക്കാന്നും പറഞ്ഞ് കുട്ടികളെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് സാറ് തന്നെ അവിടെ പോയിരിക്കും എല്ലാ ദിവസവും പോയിട്ടുണ്ട്. അതാണ് സാറ് പഠിപ്പിച്ചിട്ടുണ്ട് 3 വർഷം സാറ് അത്. അപ്പോൾ അങ്ങനെ ഒരു പാരലൽ കോളേജ് തുടങ്ങുക, മിഷൻ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേതായാലും ഇപ്പം ആരെയും താങ്ങാതെ ഈ ട്രാൻസ്ഫറും അതൊന്നും ഇല്ലാതെ നമുക്ക് നടത്താമെന്നുള്ളൊരു ഇതല്ലേ. പാരലൽ കോളേജ് ഇസ് നോട്ട് എ ബാഡ് ഐഡിയ. എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ആർട്സ് ക്ലബ്സ്. ഒരു 100-300 ആർട്സ് ക്ലബ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്നിപ്പം ക്ലബ്ബുകളൊന്നുമില്ല. അത് ഈ ക്ലബ്ബുകൾക്ക് വേണ്ടി മാത്രം ശനിയും ഞായറും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇത് ഒരു നല്ലൊരു നാടകം ഓരോ വർഷവും ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെയെല്ലാം പോയി കളിക്കുക. ഇതൊക്കെയാണ് ഇങ്ങനെ സ്വപ്നം കണ്ട് ഇത് പ്ലാൻ ചെയ്തല്ലേ ഇരിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ഇയറിൽ അന്ന് 2 വർഷമായിരുന്നു കോഴ്സ് അവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമ. അപ്പോൾ അവസാനത്തെ വർഷം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 3 റാങ്ക് ഹോൾഡേഴ്സിന് 1 വർഷത്തെ എക്സ്റ്റൻഷൻ ഫോർ പ്രൊഡക്ഷൻ, സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ 3 റാങ്കിൽ വന്നു. അപ്പോൾ എനിക്കും കിട്ടി. അവിടെ കുറേ മലയാളം നാടകങ്ങൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മലയാളി അസോസിയേഷൻ അവിടെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അടൂർ ഭാഷ എനിക്ക് നേരത്തെ അറിയാം, ഇവിടെ വെച്ച് നാടകത്തിലുള്ള പരിചയം. ഞാൻ അങ്ങയുടെ ഒരു ഫാനായിരുന്നു, കാരണം നല്ല കോമഡിയാണ്. അഭിനയിക്കുന്നുണ്ട് സിനിമ. അന്ന് ഭാഷ അപ്പോഴത്തേക്ക് സ്റ്റാറായി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഭാഷ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മലയാളി അസോസിയേഷൻ്റെ ആളായതുകൊണ്ട് ഞാൻ പോയി ഭാഷയെ കണ്ടു. ഹലോ എന്ന് പറഞ്ഞു, എന്താണ് ചോദിച്ചു, ഇവിടെയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ കാര്യമായിട്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പരിചയപ്പെട്ടു, ഇങ്ങനെയാണ്, ഇന്നയാളാണ്, ഇയാൾ നാടകം പഠിക്കുകയാണ്. കുറേ നേരം കാര്യമായിട്ടെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് വേറെ അധികം ഒന്ന് സംസാരിക്കാൻ മുമ്പ് ഈ നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, ഇനി സിനിമയിലില്ലേ? അപ്പോൾ എനിക്ക് നാടകത്തിൽ ഇൻട്രസ്റ്റും പ്രധാനമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് നാടകത്തിൽ അഭിനയിക്കാനാണ്. അത് ഇത് സ്കൂൾ ഓഫ് മറ്റേ ഇതുണ്ടല്ലോ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങോട്ട് പോയത്. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ അടുത്ത പടം എടുക്കുന്നുണ്ട്, അതിലൊരു ചെറിയ റോളുണ്ട്, വളരെ ചെറുതൊന്നുമല്ല. അതിൽ പ്രധാന റോൾ അഭിനയിക്കുന്നത് സത്യനാണ്. അതിനകത്തൊരു സിനിമാ ഹീറോ ടൈപ്പ് ഒരു റോളുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ വരായിരുന്നു, ഇനി 3 മാസം കൂടെ വേണം. അപ്പം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ ഹെൽസിങ്കി പോവുകയാണ് എൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന്. പുസ്തകം വാങ്ങിച്ചിട്ടേ ഉള്ളൂ, സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, ഒന്നുമില്ല. എങ്ങനെയായാലും പടം തുടങ്ങുമ്പോൾ 3 മാസം കഴിയും. എനിയോ യു ആർ ഗോയിങ് ടു ഡു ദാറ്റ് റോൾ. അവിടെ ചെന്ന് ചന്ദ്രധാരയുടെ അന്ന് ഷൂട്ടിംഗ് ഇല്ല, അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. അന്ന് ഉണ്ടായിരുന്നത് അവരുടെ നവരത്ന എന്ന് പറയുന്ന കമ്പനിയാണ്, ശോഭന പരമേശ്വരനാരുടെ. അതിൻ്റെ ഇതിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ എന്നെ അവരവിടെ കൊണ്ടുപോയി മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവിടെ നമ്മുടെ നസീർ സാറും വഴിയാമ്പികയുണ്ടല്ലോ, അമേരിക്ക, അവർ തമ്മിലുള്ള ലവ് സീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ. അതിൻ്റെ ഇടയിൽ വെച്ച് എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തു. ഞാൻ വന്നു. അടുത്ത വണ്ടിയിൽ വരാൻ വേണ്ടി അടുത്ത ദിവസം തയ്യാറാ നിൽക്കുമ്പോൾ ഈ പരമേശ്വരൻ നായർ എൻ്റെ റൂമിൽ വന്നു. അല്ലെ, എൻ്റെ പടത്തിൽ ഒരു ചെറിയ റോളുണ്ട്, അഭിനയിക്കുക. അങ്ങനെ ആദ്യമായിട്ട് അവസരം തേടി വരികയാണ്. അതെ, അപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോയത് ടെസ്റ്റിന് പോയത് അവരുടെ സെറ്റിലാണ്. പക്ഷെ പുറത്തിറങ്ങിയ നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു. അല്ല, അത് ഞാൻ അഭിനയിച്ചതും നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്. ആദ്യം ഇറങ്ങിയ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്. പക്ഷെ മൂടുപട നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ തന്നെ സാറിനെ അഭിനയിപ്പിച്ചു. അതെ അതെ അതെ, അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവർ. അധികം അല്ല, മൂടുപടം പിന്നെ വരുന്നല്ലേ ഉള്ളൂ. സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ പടത്തിൽ തന്നെ അഭിനയിക്കും. അതെ അതെ, അത് ശോഭന പരമേശ്വരൻ പ്രൊഡ്യൂസർ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പടത്തിൽ നിണമണിഞ്ഞ കാൽപ്പാടുകളിലൊരു റോളുണ്ട്, അഭിനയിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അതിനകത്ത് ചാടിയത്. അങ്ങനെ വന്നതിൻ്റെ എന്ത് പറയാൻ, പിന്നെ ഇതിനോട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതായി. സിനിമയിൽ സാറ് വന്നതിന് ശേഷം ഏതാണ്ടൊരു 3, 4, 5 ജനറേഷൻ കടന്നു പോയിരിക്കുകയാണ്. സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിച്ച് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ സിനിമ ഏതാണ്ട് മലയാള സിനിമയുടെ ഒരു തുടക്കം എന്ന് നമുക്ക് പറയാം. തിക്കുറിശി സാർ, അങ്ങനെ തിക്കുറിശി അപ്പൂപ്പൻ്റെ കൂടെ, അത് കഴിഞ്ഞ് നസീർ സാറിൻ്റെ കൂടെ അങ്ങനെ വന്ന് പിന്നെ ഡയറക്ടർമാർ തന്നെ മാറി. എം കൃഷ്ണൻ നായർ സാറിനെ പോലുള്ളൊരു, അത് കഴിഞ്ഞ് രാമുഖാരിയായിട്ട് എം കൃഷ്ണൻ നായർ സാർ, പിന്നെ വന്ന് ഐ വി ശശിയെ പോലുള്ള സംവിധായകർ, അങ്ങനെ വന്ന് ജോഷി, അവരിലൂടെയൊക്കെ വന്ന് പുതിയ തലമുറയിൽ പ്രിയദർശൻ, അങ്ങനെ വന്ന് സാർ ഒരുപാട് ജനറേഷൻ. ഇപ്പം ഒരുപക്ഷെ സാറിന് കടന്നു വന്നതിന് ശേഷം 5ാമത്തെ 6ാമത്തെ ജനറേഷൻ നടന്മാർ തന്നെ. ഞാൻ സാറുമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി സിനിമയിൽ ഞാൻ വന്നിട്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ വന്നു. അപ്പോൾ അവരെ സാറിൻ്റെ അതിൻ്റെ ഒരു
കാഴ്ചപ്പാട് അന്ന് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്നാണ് സാർ? അത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം നാടകത്തിൽ നിന്നല്ല, സിനിമയിൽ നിന്നല്ല, സാഹിത്യത്തിൽ നിന്നല്ല, എല്ലാത്തിലും വന്നിട്ടുള്ളൂ. പണ്ടുള്ള നമ്മൾ ഏറ്റവും നല്ല നാടകങ്ങൾ എന്ന് പറയുന്നതിൻ്റെ നല്ല സിനിമ എന്ന് പറയുന്നത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു നല്ല % കൂട്ടുകുടുംബങ്ങളുടെ കഥകളാണ്, കുടുംബ ചിത്രങ്ങളാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിവിടെ ഇല്ല. ആരും തമാശയ്ക്ക് പറഞ്ഞാണെന്ന് അറിയാൻ പാടില്ല. ഏതാണ്ട് ഒരു പയ്യൻ ഈ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആരോ പറഞ്ഞോ സഹോദര സ്നേഹം വേണമെന്ന് പറഞ്ഞു. എന്താ അത് പിടികിട്ടില്ല. അവന് ഒരുത്തനേ ഉള്ളൂ, സഹോദരങ്ങളൊന്നുമില്ല. കുടുംബമാണ് ഒന്നും അറിഞ്ഞില്ല. അതെ, അവിടെ എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ കൂട്ടുകുടുംബം ഇല്ലയെന്ന് മാത്രമല്ല, ഈ കുടുംബം പോലും പഴയതുപോലെയില്ല. ഇപ്പം നിങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ചിലപ്പം വീട് പൂട്ടിയിട്ട് താക്കോലം കൊണ്ടായിരിക്കും പിള്ളേരെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് ഓഫീസിൽ പോകണം അല്ലേ? പിന്നെ തിരിച്ചു വരുമ്പോഴാണ് വീട് എപ്പോഴും തുറന്നത്, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അവിടെ ഒളിച്ചു വയ്ക്കും പിള്ളേർക്ക് എടുക്കാൻ അടുത്ത വീട്ടിലേക്കാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് അടുത്ത ഇത് വന്നപ്പോൾ ഇതിൻ്റെ സെൽഫോണിൻ്റെ ഇത് വന്നു. വീട്ടിൽ പൊയ്ക്കോണം, എവിടെ പൊയ്ക്കോണം, ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിരുന്ന് കുത്തണമല്ലാതെ മുഖത്തോട് മുഖം നോക്കുക. ഓടിപ്പോകുന്ന കാരണത്ത് പോലും 4 പേരുണ്ടെങ്കിൽ 3 പേര് കുഞ്ഞിരിക്കും, സംസാരിക്കുകയില്ല, പരസ്പരം സംസാരമില്ല. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടല്ലോ, അത് ബാഹരികമായിട്ടുള്ള മാറ്റങ്ങൾ അത് മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റൊരു കഥയിൽ ചേഞ്ച് വരാൻ കാരണം സൊസൈറ്റിയാണ്. പുതിയ കാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ടോ? അവസാനം വരെ ഇറങ്ങിയ പുതിയ കുട്ടികൾ ഏതെല്ലാം DVD ഉണ്ടോ അല്ല പുറത്തു പോയി കാണില്ല, തിയേറ്ററിൽ പോകില്ല. ഈ പണ്ട് ചില പടങ്ങളോ നാടകമൊക്കെ കാണുമ്പോൾ ചില ഈ വയസ്സായ ആളുകൾക്ക് മനസ്സിലാകാതെ വരുമല്ലോ, ആ ഫീലിംഗാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവണില്ലെന്ന് തോന്നുന്നുണ്ട് ചില പടങ്ങളൊക്കെ. കാരണം എനിക്ക് സ്പീഡില്ല, അവർ പോകുന്ന സ്പീഡില്ല. ഈ ജനറേഷൻ്റെ അവരുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല. അതെ, പലരും പറയാറുണ്ട് പലരും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുറ്റമല്ലെന്നാണ് സാർ. അതിൽ കാലം മാറിപ്പോയി, സ്പീഡ് മാറിപ്പോയി, നമുക്കത് മനസ്സിലാവണില്ല. ചിലതെല്ലാം ബോറ് പടമാണെങ്കിൽ രണ്ടാമതിട്ട് കാണും, എന്തായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ കഥാനായകൻ ഇങ്ങനെ, വില്ലൻ ഇങ്ങനെ, തമാശക്കാരനിങ്ങനെ. പക്ഷെ ഇവരെല്ലാം മനുഷ്യരാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പടങ്ങൾ. താരങ്ങളല്ല, വെറും മനുഷ്യരാണ്. സാധാരണ ഒരുപാട് ആക്ടേഴ്സാണ്. സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറി, സൗന്ദര്യ സങ്കല്പങ്ങളും എനിക്ക് തോന്നുന്നു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അവർ യാഥാർത്ഥ്യത്തോടു കൂടിയ കാര്യങ്ങളൊക്കെ കാണുന്നത്. കുറേ വല്ലാതെ റിയലിസ്റ്റിക് ആയി. മനുഷ്യൻ്റെ കഥ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ കഥ ഇപ്പോഴാണ് വരാൻ തുടങ്ങി. സാറിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് തനിക്ക് പറ്റാത്തതും വേണ്ടാത്തതുമായാലും വേണ്ടാന്ന് പറയാനുള്ളൊരു മനസ്സാണ് സാറ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. മനുഷ്യൻ എപ്പോഴും പറയുന്നത് എനിക്കിങ്ങി പോരട്ടെ എന്ന് മരണം വരെ പറയുന്ന മനുഷ്യൻ്റെ ഇടയിൽ സാറിനെ എൻ്റെ മുമ്പിൽ എൻ്റെ അയാളുടെ വ്യക്തിത്വം എന്നെ വ്യത്യസ്തമായി കാണിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് വേണ്ടാന്ന് പറയാനുള്ളൊരു മനസ്സ്, അത് സാർ എപ്പോഴും വയ്ക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അടുത്ത കാലത്ത് പ്രിയദർശൻ എന്നോട് പറഞ്ഞു, കുഞ്ഞാലി മരക്കാരിൽ അഭിനയിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. അവൻ പറഞ്ഞു, ലാലേട്ടനുണ്ട്. അവൻ പറഞ്ഞു, പ്രിയം പറഞ്ഞ് മധുസാറിനെ വിളിച്ച് സാറും കൂടെ വേണമായിരുന്നു ഈ പടത്തിൽ എന്ന് പറഞ്ഞു, വലിയൊരു പടമാണ്. അപ്പോൾ സാറ് പറഞ്ഞു, പ്രിയ ഞാൻ വന്നാൽ ശരിയാകത്തില്ല, അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അല്ല സാർ കുഴപ്പമില്ല. അല്ല എനിക്കറിയാം, എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല, ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലോ, പക്ഷേ ഞാൻ വരുന്നില്ല എന്ന് പറയാനുള്ളൊരു മനസ്സ്, അതാണ് സാറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഗ്രേറ്റ്നെസ് അല്ലേ ഉള്ള, സത്യം പറഞ്ഞൊന്നുമല്ലേ. അല്ല എന്നാലും സാർ ഉപേക്ഷിക്കാൻ ആദ്യമായിട്ട് പറയേണ്ടി വന്നത് പാവം പൃഥ്വിരാജിൻ്റെ അടുത്താണ്. ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ ഇവിടെ തന്നെ ഈ കസേര ഇവിടെ ഇരുന്നിട്ട് മൂപ്പര് കഥയെല്ലാം പറഞ്ഞു, ഞാൻ എല്ലാം കേട്ട് വരാമെന്ന് പറഞ്ഞ് ഡേറ്റ് സമ്മതിച്ചു. അവരെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഗിറ്റിനെസ് പോലെ തോന്നുന്നു. അപ്പോൾ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. ആദ്യമൊന്നും അവർ സമ്മതിച്ചു, പിന്നെ കഷ്ടം അവർ സമ്മതിച്ചു. അതിനുശേഷം 5-6 പടം എനിക്കിലൂടെയും കുഞ്ഞല്ലേ മരിക്കാറ്. അത് ഞാൻ ഈ പറയുന്ന എൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഈ മൃദംഗക്കാരനും തബലിസ്റ്റിനും എല്ലാം അവർ ട്യൂൺ ചെയ്യണം കണ്ടിട്ടില്ലേ, അവർ ഇതെല്ലാം പിടിച്ച് ടക്ക് 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 എന്ന് അടിച്ച് നോക്കി ട്യൂൺ ചെയ്ത് വയ്ക്കും. ട്യൂണിൻ്റെ വെൽ ട്യൂൺഡ് അല്ലെങ്കിൽ അടിച്ചാൽ അപശബ്ദം വരും. അപ്പോൾ മനുഷ്യൻ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഹിസ് ബോഡി ആൻഡ് ഹിസ് വോയിസ് ഇത് രണ്ടുമാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്. അത് ഔട്ട് ഓഫ് ട്യൂണാണെങ്കിൽ പിന്നെ അപശബ്ദമായിരിക്കും. ഇനി എന്തെങ്കിലും ട്യൂണ്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അന്ന് ആലോചിക്കാം. തീർച്ചയായിട്ടും സാറിന് എപ്പോഴും ട്യൂണ്ടായിട്ടിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും സമയം സാറിന് ഒരുപാട് എഴുത്തും വായനയൊക്കെ ഉള്ളൊരു സമയമാണ്. ആ സമയത്തിനിടയിൽ സഭാ ടി വിക്ക് വേണ്ടി ഇത്രയും സമയം സാർ ചെലവഴിച്ചതിൽ ഒത്തിരിയുള്ള നന്ദിയും
നമ്മളെ ഞങ്ങളുടെ സ്പീക്കർ സാറിന് എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി പറയേണ്ടത് ഞാനിവിടെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോ ഫ്ലോർ പോലെ ഉള്ള ലൈറ്റെല്ലാം കത്തിച്ച് വെച്ചവരും നമുക്കൊക്കെ ഇവിടെ നേരത്തെ ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ഒരു വെളിച്ചമാണ് സാറിന്റെ കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിപ്പോൾ ഇവരെ ഷൂട്ടിങ് തന്നെ എടുത്ത് പഴയ ഫ്ലോർ പോലെ വീട് ഫ്ലോറായി മാറി. സാറും ആ വെളിച്ചം ഞങ്ങൾക്ക് ഇത്രയും സമയം പകർന്നു തരുമായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള സാറിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നന്ദി. നന്ദി. ശരി. ഓക്കെ, താങ്ക്സ്.